2026 ജനുവരിയിൽ ബാംഗ്ലൂരിലെ ഒരു ഫ്ളാറ്റിൽ തീപിടുത്തം സംഭവിക്കുന്നു. ആ ഫ്ളാറ്റിൽ ഷർമില കുശലപ്പ എന്ന യുവതി താമസിച്ചിരുന്നു. സംഭവസ്ഥലത്ത് പോലീസ് എത്തുമ്പോൾ ഫ്ളാറ്റിനകത്തു നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുന്നു. ഫ്ളാറ്റ് അകത്ത് മുഴുവനും കത്തി നശിച്ച നിലയിലായിരുന്നു. ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി. മൃതദേഹം വ്യക്തമായി നിലത്തായിരുന്നു കിടന്നിരുന്നത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഫ്ളാറ്റിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതിനാലാണ് തീപിടുത്തം ഉണ്ടായത്. അതിലൂടെ പുക മൂലം ശ്വാസം മുട്ടി ആ വ്യക്തി മരണപ്പെട്ടതാകാം എന്നതാണ് കരുതിയത്. ആദ്യം നോക്കുമ്പോൾ സംഭവം ഒരു അപകടം പോലെ തന്നെയായിരുന്നു തോന്നിയത്. എന്നാൽ പിന്നീട് മൃതദേഹവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ സ്ഥലത്ത് കണ്ടെത്താനായില്ല. ഇതോടെ പോലീസിന് സംശയം തോന്നി തുടങ്ങി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു. അവിടെ നിന്നും എത്തിയ റിപ്പോർട്ട് നിരവധി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു കൊണ്ടുവന്നത്. ഈ ഒരു സംഭവം കേൾക്കുന്ന ഏവരെയും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ വെളിപ്പെടുത്തലുകൾ. നിങ്ങൾ ഒരു യുവാവായാലും കോളേജ് വിദ്യാർത്ഥിയായാലും ജോലിയുടെ ഭാഗമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ആലോചിക്കുന്നവരായാലും ഇനി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബാംഗ്ലൂരിലെ SB നായിഡു ലേഔട്ടിലെ ഡൊറവാണി നഗറിലാണ് ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത്. രാത്രി സമയത്ത് ആളുകൾക്ക് ആ ഫ്ലാറ്റിൽ എന്തോ ഒരു അസാധാരണമായ ചലനം തോന്നി. വീട്ടിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ ഫ്ലാറ്റിനകത്ത് തീ കത്തുന്നതാണ് കണ്ടത്. തീ മറ്റുള്ള ഫ്ലാറ്റുകളിലേക്ക് പടരാതിരിക്കാൻ നാട്ടുകാർ ശ്രമിച്ചു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തി. എന്നാൽ ആ ഫ്ലാറ്റിൽ 2 ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു. അവയിൽ 2 പെൺകുട്ടികൾ താമസിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അവരുടെ ജീവന് അപകടം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ആശങ്കയും അവർക്കുണ്ടായി. സമീപത്തുള്ള രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. ഉടൻ പോലീസും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് തീ നിയന്ത്രണത്തിലാക്കി. ഭാഗ്യവശാൽ തീ സമീപ ഫ്ളാറ്റുകളിലേക്ക് പടർന്നില്ല. തുടർന്ന് പോലീസ് അകത്ത് പരിശോധന നടത്തി. ഫ്ളാറ്റിനകത്ത് നിരവധി വസ്തുക്കൾ കത്തി നശിച്ചിരുന്നു. പുറത്തേക്കും ചാരക്കൂമ്പാരം കാണാമായിരുന്നു. അകത്ത് കയറുമ്പോൾ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ആദ്യം എല്ലാവരും ഇതൊരു അപകടമാണെന്നായിരുന്നു കരുതിയത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണമായതെന്നും പുക മൂലം ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും കരുതി. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരം ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തീ പടർന്ന രീതിയിൽ പല അസാധാരണമായ മാതൃകകൾ അവർ ശ്രദ്ധിച്ചു. ഒരിടത്തു നിന്നല്ല, പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ തീ കത്തിച്ചതായി തോന്നി. ഇതോടെ പോലീസിന് സംശയം കൂടുതൽ ശക്തമായി. മരിച്ച യുവതിയെ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. അവളുടെ പേര് ഷർമില കുശലപ്പ. പ്രായം 34. ഒരു ടെക് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. പോലീസ് അവളുടെ ഫോൺ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും തീയിൽ കത്തിയ നിലയിലോ സുരക്ഷിതമായോ ആ ഫോൺ കണ്ടെത്താനായില്ല. ഇതും സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. 4-ാം തീയതി റിപ്പോർട്ട് വന്നപ്പോൾ പല കാര്യങ്ങൾ വ്യക്തമായി. മരണകാരണം ശ്വാസമുട്ടലാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ മരണത്തിന് മുൻപ് സംഭവിച്ച ചില കാര്യങ്ങൾ അത് അന്വേഷണത്തെ പുതിയ വഴിത്തിരിവിലേക്കാണ് നയിച്ചത്. മരണത്തിന് മുൻപ് അവളുടെ കഴുത്തിൽ ഞെരിച്ച പാടുകൾ വ്യക്തമായിരുന്നു. അതിനു പുറമെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും പരിക്കുകൾ ഉണ്ടായിരുന്നു. വടികൊണ്ട് അടിച്ചതുപോലുള്ള പാടുകൾ, ചവിട്ടടി, മുഷ്ടിയടി എന്നിവയുടെ അടയാളങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതോടെ സംശയം ഷർമിലയോടൊപ്പം താമസിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞു. അവൾ എങ്ങനെയാണ് ഈ തീപിടുത്തത്തിൽ രക്ഷപ്പെട്ടത്? ഇതെല്ലാം അവളാണോ ചെയ്തത് എന്ന സംശയം ഉയർന്നു. എന്നാൽ ചോദ്യം ചെയ്യൽ നിന്ന് മനസ്സിലായത് ഷർമിലയുടെ മരണത്തിന് പല ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആ പെൺകുട്ടി സ്വന്തം ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. സംഭവസ്ഥലത്തെ തെളിവുകൾ പരിശോധിച്ചപ്പോഴും ഈ കേസുമായി അവൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമായി. അപ്പോൾ ദക്ഷിണ കന്നഡ മേഖലയിലെ സ്വദേശിനിയായ ഷർമിലയ്ക്ക് ഇവിടെ ആരുമായാണ് ഇത്ര വൈരാഗ്യം ഉണ്ടായിരുന്നത്? സ്വന്തം വീട്ടിൽ നിന്നും ഇത്ര ദൂരെ എത്തി ഇത്തരത്തിൽ അവൾ എങ്ങനെ കൊല്ലപ്പെട്ടു? പോലീസ് ചില കാര്യങ്ങൾ ഉറപ്പിച്ചിരുന്നു. ഈ കേസിൽ തീർച്ചയായും സമീപത്ത് താമസിക്കുന്ന ആരുടെയെങ്കിലും ഒരു കര ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവരുടെ പങ്കുണ്ട് എന്നൊരു സംശയം ശക്തമായിരുന്നു. അതോടെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചു. ചുറ്റുപാടിൽ ആരെല്ലാം താമസിക്കുന്നു, അവരുടെ ജീവിത രീതി എന്താണ് തുടങ്ങിയവ പരിശോധിച്ചപ്പോൾ ഒരു സൂചന പോലീസിന് ലഭിച്ചു. ഷർമിലയുടെ ഫ്ളാറ്റിന് താഴെ മറ്റൊരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു. അവിടെ 18 വയസ്സുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. അവന്റെ പേര് കർണൽ കുറായ്. പോലീസ് അന്വേഷിച്ചപ്പോൾ ഒരു നിർണായക കാര്യം കണ്ടെത്തി. ഷർമിലയുടെ ഫ്ളാറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അവൾ മരണപ്പെട്ട അതേ രാത്രി കർണൽ കുറായ് കാണാതായി. ഇത് യാദൃശികമെന്ന് കരുതാനാകില്ല. കാരണം ആ രാത്രി മുതൽ തന്നെ അവനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇതോടെ പോലീസിന്റെ സംശയം നേരിട്ട് ഈ കർണൽ കുറായിലേക്ക് തിരിഞ്ഞു. കർണൽ ഒരു PUC വിദ്യാർത്ഥിയായിരുന്നു.
പഠനത്തിന് വേണ്ടിയാണ് അവൻ ആ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചത്. ആദ്യം പോലീസ് ഷർമിളയുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ലൈവ് ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും 3-ാം തീയതി സംഭവം നടന്നതിന് ശേഷം ഷർമിളയുടെ ഫോൺ ഒരിക്കലും ഓണായിട്ടില്ല. എന്നാൽ പോലീസിന് മറ്റൊരു സൂചന ലഭിച്ചു. കർണൽ കുറായുടെ കോൺടാക്ട് നമ്പർ അത് അപ്പാർട്ട്മെന്റ് ഉടമയുടെ കയ്യിലുണ്ടായിരുന്നു. അയാളിൽ നിന്നും നമ്പർ വാങ്ങി പോലീസ് അവന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ലൈവ് ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം 10-ാം തീയതി കർണൽ കുറായുടെ ലൊക്കേഷൻ പോലീസിന് മനസ്സിലായി. അവന്റെ ലൊക്കേഷൻ സുബ്രഹ്മണ്യ ലേഔട്ടിൽ കാണിച്ചു. പോലീസ് അവിടെ എത്തി അവനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. എന്നാൽ ഇപ്പോൾ പോലും പോലീസിന് പൂർണ്ണമായും ഉറപ്പില്ല ഇത് കർണൽ കുറായ് ചെയ്തതാണോ, ചെയ്തതാണെങ്കിൽ കാരണം എന്താണ്. ചോദ്യം ചെയ്യലിൽ ആദ്യം കർണൽ കുറായ് തന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വിശദീകരിച്ചു. അവൻ കുടവ് ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്. അമ്മയോടൊപ്പം അവിടെ താമസിച്ചിരുന്നു. പഠനത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത്. ചില മാസങ്ങൾക്ക് മുൻപ് ഷർമിള പുതിയ ജോലി ലഭിച്ചതിനെ തുടർന്ന് ഈ ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ എത്തിയതായിരുന്നു. അതിനുശേഷം അവൻ അവളോടൊരു ശാരീരിക അടുപ്പം ആഗ്രഹിച്ചിരുന്നു. അതേസമയം ഷർമിള കർണൽ കുറായേക്കാൾ ഏകദേശം 16 വയസ്സ് മൂത്തവളായിരുന്നു. സത്യത്തിൽ അവൾ അവനെ ഒരു സഹോദരനെ പോലെയാണ് കണ്ടത്. തുടക്കത്തിൽ വലിയ സംസാരമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരേ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്നതിനാൽ പിന്നീട് ചെറിയ ചെറിയ സംഭാഷണങ്ങൾ ആരംഭിച്ചു. ഹായ്, ഹലോ, സാധാരണ വിഷസ്. ഷർമിള അവനെ സഹോദരനായി കണ്ടതിനാൽ ചിലപ്പോഴൊക്കെ സാധനം വാങ്ങാൻ പറയുകയോ ചിലപ്പോൾ കുറായ് തന്നെയാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവളുടെ മുറിയിലേക്ക് പോവുകയോ ചെയ്തത്. ഇതുവരെയും എല്ലാം സാധാരണയായിരുന്നു. എന്നാൽ ഈ ഇടവേളയിൽ കുറായുടെ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ വളർന്നു. ഷർമിളയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണം, ശാരീരികമായി അടുക്കണം എന്ന ആഗ്രഹം ദിവസേന ശക്തമായിക്കൊണ്ടിരുന്നു. അവൻ ദിവസേന അവളെ കാണുകയും തൻ്റെ ചിന്തകൾ ദിവസേന ശക്തമാവുകയും ചെയ്തു. ഒടുവിൽ കർണൽ കുറായ്ക്ക് ഒരവസരം ലഭിച്ചു. ഇതുവരെയും ഷർമിള തന്റെ റൂംമേറ്റിനൊപ്പം താമസിച്ചിരുന്നതിനാൽ കർണൽ കുറായ്ക്ക് ഒരിക്കലും നല്ലൊരു അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈയൊരു മോഹം അവന്റെ മനസ്സിനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. 3-ാം തീയതി ഷർമിളയുടെ റൂംമേറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണെന്നും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന വിവരം കർണൽ കുറായ് അറിഞ്ഞു. ഇതോടെ തന്റെ ചിന്തകൾ നടപ്പിലാക്കാൻ അവൻ തീരുമാനിച്ചു. ഷർമിള 34 വയസ്സുള്ള വിവാഹിതയല്ലാത്ത നഗരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന കാര്യം അവൻ തെറ്റായി വ്യാഖ്യാനിച്ചു. അവൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കാം എന്ന് കരുതി. ഒരു തരത്തിലുള്ള സർപ്രൈസ് നൽകാനായിരുന്നു അവന്റെ ഉദ്ദേശം. അവൻ പ്രധാന വാതിൽ വഴി പ്രവേശിച്ചില്ല. പകരം ബാൽക്കണിയിലൂടെ അകത്തേക്ക് കയറി. ബാൽക്കണിയിലേക്ക് എത്തി അവിടെ കാത്തിരുന്നു. രാത്രി ഷർമിള കിടക്കയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അകത്ത് കടന്ന് പിന്നിൽ നിന്നും അവളെ പിടിച്ചു. ഷർമിളയ്ക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഗ്ലാസ് തുറന്ന ശബ്ദം പോലും അവൾ കേട്ടില്ല. വാതിൽ അകത്ത് നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ആരാണീ വന്നത്? എങ്ങനെ അകത്തേക്ക് കയറി? അവൾക്കൊട്ടും തന്നെ മനസ്സിലായില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്ക് മുന്നിൽ കുറായ് നിൽക്കുകയാണ്. ഇപ്പോൾ നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? എങ്ങനെയാണ് അകത്തേക്ക് കയറിയത്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ എന്തിനാണ് വന്നത്? ഇങ്ങനെ കുറെ ചോദിച്ചു. ഇപ്പോൾ കർണൽ കുറായ് തന്റെ മോഹങ്ങളും ചിന്തകളും ഒക്കെ തുറന്ന് പറയാൻ തുടങ്ങി. പക്ഷെ ഷർമിള പക്വതയുള്ളൊരു സ്ത്രീയായിരുന്നു. അവൾ അവനെ എതിർക്കാൻ തുടങ്ങി. ദുർഭാഗ്യവശാൽ ആ ബിൽഡിങ്ങിൽ അധികം ആളുകൾ താമസിച്ചിരുന്നില്ല. അവളുടെ നിലവിളി പുറത്തൊങ്ങും കേട്ടതും ഇല്ല. കർണൽ കുറായ്ക്ക് അവന്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഷർമിള ഇനി സമ്മതിക്കില്ല എന്ന് അവന് മനസ്സിലായി. അതോടെ അവളെ കൊല്ലാൻ തീരുമാനിച്ചു. അവൻ തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവളുടെ വായും മൂക്കും അടച്ചു പിടിച്ചു. അവൾ ബോധം കെട്ട് വീഴുന്നതുവരെയും അവളെ പിടിച്ചു നിർത്തി. അതിനുശേഷം അവളെ മർദ്ദിച്ചു, ചവിട്ടിയടിച്ചു, മുഷ്ടിയടി. അവൾ ഇനി ജീവിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു. വാസ്തവത്തിൽ ഷർമിളയ്ക്ക് ബോധം നഷ്ടപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കർണൽ കുറായ് മടങ്ങാനും ശ്രമിച്ചു. പക്ഷെ ഉടൻ തന്നെ അവന്റെ മനസ്സിൽ മറ്റൊരാശങ്ക ഉയർന്നു വന്നു. പോലീസ് വരികയാണെങ്കിൽ സത്യം പുറത്തു വരും. താൻ എന്തായാലും പിടിക്കപ്പെടും. ഇതോടെ വെറും 18 വയസ്സുകാരനായ ഒരാൾ തന്റെ വാസനയും സ്വാർത്ഥതയും കൊണ്ട് അടിമപ്പെട്ട് തെളിവുകളെല്ലാം ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ഷർമിളയുടെ ചില വസ്ത്രങ്ങൾ എടുത്തു. ഫ്ളാറ്റിന്റെ പല കോണുകളിൽ കൊണ്ടിട്ട് തീ കൊളുത്താൻ തുടങ്ങി. ഏകദേശം അരമണിക്കൂറോളം അവൻ ആ അപ്പാർട്ട്മെന്റിൽ തന്നെ തുടരുകയും തീ ശക്തമായി പടരുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്തു. ഒടുവിൽ മുഴുവൻ മുറികളിലും തീ പടർന്ന് പുക വർദ്ധിച്ചപ്പോൾ ശ്വാസം മുട്ടി ഷർമിള മരിച്ചു. വാതിൽ അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നതിനാൽ പോലീസിന് സംശയം വരില്ല എന്നവൻ കരുതി. അവൻ വന്ന ബാൽക്കണിയിലൂടെ തന്നെ തിരികെ പോവുകയും ചെയ്തു. പോകുമ്പോൾ ഷർമിളയുടെ ഫോൺ എടുത്തുകൊണ്ടുപോയി. എന്തിനാണ് ഫോൺ എടുത്തതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അവനെ കുടുക്കാൻ പ്രധാനപ്പെട്ട തെളിവായി മാറിയത് ആ ഫോൺ തന്നെയായിരുന്നു. ശേഷം കർണൽ കുറായ് അറസ്റ്റ് ചെയ്തു. അവന്റെ മേൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൊലപാതകം, ബലാത്സംഗം, തെളിവ് നശിപ്പിക്കൽ. ഇത്തരം സംഭവങ്ങൾ പറയുന്നതിലൂടെ ആരുടെയെങ്കിലുമൊക്കെ വികാരത്തെ വേദനിപ്പിക്കുകയല്ല ലക്ഷ്യം. മറിച്ച് സമൂഹത്തിൽ ഒരു അവബോധം ഉണ്ടാകണമെന്നുള്ളതാണ് ഉദ്ദേശം.
നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാനേ കഴിയില്ല. ഒരു വ്യക്തി നിരപരാധിയായി തോന്നിയാലും നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ജാഗ്രത പാലിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾ. നിങ്ങളുടെ വാതിലുകളും ജനാലകളും പൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉറങ്ങാൻ പോവുക. ഇതൊരു കൊലപാതക കേസിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല. ഇതൊരു തെറ്റായ മനോഭാവത്തിന്റെ പ്രതിഫലനമാണ്. ഇല്ല എന്നതിനർത്ഥം അതേ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മനോഭാവം. ഇല്ല എന്നത് എപ്പോഴും ഇല്ല തന്നെയാണ്. ഒരാളുടെ സമ്മതം ഇല്ലാതെ ഏതൊരു സമീപനം നടത്തിയാലും അത് തെറ്റ് തന്നെയാണ്. അത് കുറ്റകൃത്യത്തിലേക്ക് തന്നെ നയിക്കും. അതുപോലെ തന്നെ അപരിചിതരായിക്കോട്ടെ, ഇനി അടുത്തവരായിക്കോട്ടെ, ഇവരെ ഒന്നും അന്ധമായി വിശ്വസിക്കുകയേ ചെയ്യരുത്. പുറത്ത് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ സ്വന്തം സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം. സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമാണ്. വാതിലുകളും ജനലുകളും ഉറപ്പായും പൂട്ടുക. എമർജൻസി നമ്പറുകളൊക്കെ സേവ് ചെയ്ത് വയ്ക്കുക. സംശയകരമായ പെരുമാറ്റങ്ങളൊന്നും അവഗണിക്കരുത്. ഇങ്ങനെയുള്ള വാസനയും തെറ്റായ ചിന്തഗതിയെല്ലാം ജീവിതത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. കർണൽ കുറായ് എടുത്ത ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം അത് പലരുടെയും ജീവിതമാണ് ശാശ്വതമായി തകർത്തത്. ഇത് തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും. അതുകൊണ്ട് ജാഗ്രതയും അവബോധവും അത് ജീവൻ രക്ഷിക്കും. സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നുമൊക്കെ പഠിച്ച് കൂടുതൽ സുരക്ഷിതരായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.